നമസ്കാരം. അങ്ങനെ നമ്മുടെ വേടനെതിരെ ഇന്നും 2 വനിതകൾ പരാതിയുമായി, അതായത് ലൈംഗിക പീഡന പരാതിയുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി പരാതി നൽകിയിരിക്കുന്നു. അവർക്ക് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അത് നടന്നില്ല. എങ്കിലും അവർ പരാതി ഓഫീസിൽ നൽകിയിട്ട് പോയിരിക്കുന്നു. അപ്പോൾ ഇനി ഇത് DGPക്ക് അത് പരാതി കൈമാറുന്നു, കേസ് രജിസ്റ്റർ ചെയ്യുന്നു. പിന്നീട് പോലീസ് അതിൻ്റെ തുടർ നടപടികളുമായിട്ട് കേസ് അന്വേഷണമായിട്ട് മുന്നോട്ട് പോകും. അതാണല്ലോ ചിട്ട. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ 2020 ഒരു സ്ത്രീ, ഒരു പരാതിക്കാരി ഈ ദളിത് സംഗീത ഗവേഷണം അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ സഹായം അഭ്യർത്ഥിച്ചിട്ടുകൊണ്ടാണ് നമ്മുടെ റാപ്പർ വേടനെ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതാണ് ഫസ്റ്റിലുള്ള ആ ഒരു വിളി. അപ്പോൾ അങ്ങനെ ആണ് ഇവർ തമ്മിൽ അടുക്കുന്നത്. അപ്പോൾ ഇത് ക്രമേണ ഇവർ തമ്മിലുള്ള ബന്ധത്തിലേക്ക് വരികയും അങ്ങനെ ഇത് ആ ബന്ധം കൂടി ഒരു ലൈംഗിക പീഡനം എന്നൊക്കെ ഈ വ്യക്തി ഈ വനിത പറയുന്ന തലത്തിലേക്ക് ആ ബന്ധം ഉയർന്നു. അതാണ് പ്രശ്നം. പിന്നെ മറ്റൊരു സ്ത്രീയുണ്ട്. അവരുടെ പരാതി എന്ന് പറഞ്ഞാൽ സംഗീത പരിപാടി നമ്മുടെ വേടന് ഇഷ്ടപ്പെട്ടു. അങ്ങനെ വേടൻ വിളിച്ച് അവരെ അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ പരിപാടി കൊള്ളാം എന്നും പറഞ്ഞിട്ട് വേടൻ അഭിനന്ദിച്ചത്രേ. അപ്പം അങ്ങനെയാണ് അവർ തമ്മിലുള്ള ബന്ധം ആകുന്നത്. അപ്പോൾ എന്താണ് പ്രശ്നം? ഇപ്പോൾ ഇത്രമാത്രം ഒന്നിനു പുറകെ ഒന്നായിട്ട് റാപ്പർ വേടനെതിരെ ഇത്രമാത്രം പീഡന പരാതികൾ എന്താണ് ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഈ റാപ്പർ വേടൻ ആരാണ്? കാമദേവനാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു പയ്യൻ ഇങ്ങനെ ദിവസം പ്രതി വനിതകൾ ഇങ്ങനെ ഓരോരോ ലൈംഗിക പീഡന ആരോപണവുമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നാൽ അത് എന്താണ് വിഷയം? ഒരു 10-31 വയസ്സുള്ള ഒരു പയ്യൻ ഇത്രമാത്രം ലൈംഗിക പീഡനമൊക്കെ നടത്താൻ കഴിവുണ്ടോ എന്നാണ് നമ്മൾ ഇപ്പോൾ സംശയിക്കുകയാണ്. പിന്നെ എനിക്ക് ചോദ്യം ചോദിക്കാനുള്ളത്, ഈ പരാതിയുമായിട്ട് വന്ന എൻ്റെ സഹോദരികളോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ 2020 ഈ ലൈംഗിക പീഡനം നടന്നത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2025 ആയല്ലോ. ഈ 5 വർഷം എവിടെയായിരുന്നു ഈ വനിതകൾ? അവർക്ക് അന്നൊന്നും അത് പീഡനമായിരുന്നില്ലേ? ഇപ്പോഴാണ് പീഡനം വന്നത്. ഇപ്പം പുതിയ പീഡന നിയമമല്ലോ വന്നത്. പീഡനം എന്താണെന്ന് ഇപ്പോൾ എന്തെങ്കിലും പുതിയ നിയമമൊന്നും വന്നതല്ലല്ലോ. പണ്ടും പീഡനം അത് തന്നെ, ഇന്നും പീഡനം അത് തന്നെ. ഇപ്പോൾ ഈ 5 വർഷം ഒരു പീഡനമല്ലായിരുന്നോ? ഇപ്പോഴാണോ ഈ പീഡനം പുറത്തു വരുന്നത്? പീഡനമാണെന്ന് തോന്നുന്നത്. എന്താണ് ഈ സഹോദരിമാർക്ക്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് അവരുടെ ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഈ റാപ്പർ വേടനെതിരെ ദിവസവും ഇങ്ങനെ പീഡന പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കണം, എന്താണ് ഇതിൻ്റെയൊക്കെ? ഇത് റാപ്പർ വേടൻ എന്ന് പറയുന്ന ആ വ്യക്തി മാത്രമാണ് ഇതിന് കാരണക്കാരൻ. അങ്ങേര് പിന്നെ ഇത്രമാത്രം സ്ത്രീകളെ പീഡിപ്പിക്കുന്നതിന് മുഖ്യ കാരണം ഈ റാപ്പർ വേടൻ മാത്രമാണോ? എങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ സ്ത്രീകളെയൊക്കെ പീഡിപ്പിക്കാനുള്ള അവസരം ഉണ്ടാകുന്നത്? നമ്മൾ ചിന്തിക്കണം. കാരണം നമ്മൾ സഹോദരിമാരെ, നിങ്ങളോട് എൻ്റെ ഈ പരാതി കൊടുക്കുന്ന സഹോദരിമാരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏതെങ്കിലുമൊക്കെ തരത്തിലാണ് പുരുഷന്മാരുമായിട്ടൊക്കെ നമ്മൾ സുഹൃത്ത് ബന്ധമൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവരുമായിട്ട് പിന്നെ അങ്ങ് എന്തോ ആ ഒരു സുഹൃത്ത് ബന്ധം വളർന്നിട്ട് പിന്നെ അവരുമായിട്ട് എന്തൊക്കെയോ അവരെ ഓർക്കണം. നമ്മളൊക്കെ സ്ത്രീകളാണെന്ന് ഓർക്കണം. കാരണം ഒരുപാട് കാര്യങ്ങളൊന്നും അതിൽ വിട്ട് പോകാൻ പാടില്ല. സുഹൃത്തുക്കളുമായിട്ട് സൗഹൃദം വേണം, എല്ലാം വേണം, അടുപ്പം വേണം. പക്ഷേ എന്തെങ്കിലും കരുതി ഒരു സ്ത്രീക്ക് വിലപ്പെട്ടതൊന്നും, അതിനൊക്കെ വില നൽകുന്ന സ്ത്രീകൾക്ക് അതിന് വില കൽപ്പിക്കാനാവും. അല്ലാത്തവരിങ്ങനെ പുരുഷന്മാരുമായിട്ട് അഴിഞ്ഞാടി ഇങ്ങനെ നടന്നിട്ട് അവർക്ക് വേണ്ടാത്ത ഇതെല്ലാം ഏർപ്പെട്ടിട്ട് അന്നേരം ഒന്നും വിടാനായിട്ട് തോന്നത്തില്ല. അന്നേരം അതെല്ലാം സന്തോഷമായിട്ട് ഇങ്ങനെ എല്ലാം ഇതിൽ ഏർപ്പെട്ട് വർഷങ്ങൾ കഴിയുമ്പോഴായിരിക്കും പീഡനം വന്നത്. അപ്പോൾ ഈ പീഡനം എന്ന് പറയുന്നത് എന്താ സംഭവം? ഈ സഹോദരിമാരെ, നിങ്ങൾക്കൊക്കെ പ്രായമായില്ലേ? പക്വതയില്ലേ? വിദ്യാഭ്യാസമില്ലേ? ഈ വരുന്ന എല്ലാവരും തന്നെ നല്ല വിദ്യാഭ്യാസവും പക്വതയൊക്കെയുള്ള വനിതകളാണ് ഈ പരാതികളുമായിട്ട് വരുന്നത്. ഇവരൊക്കെ എങ്ങനെയാണ് ഈ പീഡിപ്പിക്കപ്പെടുന്നത്? എന്താണ് ഈ പീഡനം എന്ന് പറയുന്നത്? അപ്പോൾ ഇവർക്ക് ഇത്ര പ്രായവും പക്വതയും വിദ്യാഭ്യാസവും അറിവും ഒക്കെ ഉള്ള സ്ത്രീകൾ എങ്ങനെയാണ് പീഡിപ്പിക്കപ്പെടുന്നത്? അവരെങ്ങനെ ഈ വേടന അവരെല്ലാം കെട്ടിയിട്ടിട്ട് എങ്ങനെ പീഡിപ്പിച്ചോ? അതോ ഏതെങ്കിലും രീതിയിൽ മൂക്കും വല്ല മരുന്നും പിടിപ്പിച്ച് ബോധം കെടുത്തിയിട്ടിട്ട് അങ്ങനെയാണോ പീഡിപ്പിക്കുന്നത്? അങ്ങനെ പീഡിപ്പിച്ചാണോ? ഇതൊന്നും അല്ലല്ലോ. നിങ്ങളുടെയൊക്കെ സമ്മതത്തോടെ അല്ലേ അന്നേരം ഈ പീഡനമൊക്കെ അന്നേരം എല്ലാം സമ്മതത്തോടെ അല്ലേ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്? സഹോദരിമാരെ, അന്നേരം നിങ്ങളുടെയും കൂടെ സന്തോഷത്തെയും സമ്മതത്തോടെയൊക്കെ അല്ലേ നടക്കുന്നത്? പിന്നല്ലേ ഇപ്പോഴല്ലേ ഇത് പീഡനമായിട്ട് വരുന്നത്? നിങ്ങൾക്കൊക്കെ നാണമില്ലേ എൻ്റെ സഹോദരിമാരെ ഇങ്ങനെ നടക്കാൻ? നിങ്ങൾക്ക് ഇങ്ങനെ നടന്ന് പറയാൻ നാണമില്ലേ? നിങ്ങളുടെ കയ്യിലെ കുഴപ്പം കൊണ്ട് തന്നെ അല്ലേ നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടത്? അതിനെന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ത്രീത്വത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ മാനത്തിനൊന്നും നിങ്ങൾക്ക് യാതൊരു വിലയില്ല, യാതൊരു മൂല്യമില്ല. അതിങ്ങനെ കണ്ടവന്മാരുടെ പുറകെ ഇങ്ങനെ കളഞ്ഞു കുളിച്ചിട്ട്
അവസാനം പീഡിപ്പിച്ചു എന്നും പറഞ്ഞ് ഇങ്ങനെ പോലീസുകാർക്കും കോടതിക്കുമൊക്കെ ജോലിയാക്കി വെക്കാൻ നിങ്ങൾക്കൊക്കെ നാണമില്ലേ എൻ്റെ സഹോദരിമാരെ? ഇതിനേക്കാൾ എത്രയോ നല്ല നിങ്ങൾക്ക് പോയെങ്കിൽ ചത്തൂടെ? ഈ സമൂഹത്തിനെങ്കിലും നിങ്ങളെപ്പോലുള്ള ഈ അഴുക്കുകളൊക്കെ പോകുമല്ലോ. ചെന്ന് ചാടി കൊടുത്തിട്ട് ആണുങ്ങളുടെ അടുത്തോട്ട് കീഴിലോട്ട് ചെന്ന് ചാടി കൊടുത്തിട്ട് അവരെ സ്ത്രീകളുടെ നമ്മുടെ എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് പിന്നെ ആണുങ്ങളെ നമ്മളെ ആണുങ്ങളെ പീഡിപ്പിച്ചേ നാണമില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ പൊടിക്കുഞ്ഞുങ്ങളാണോ? ഒന്നും അറിയാൻ പറ്റില്ല. 2, 3, 4 വയസ്സൊക്കെ ഉള്ള പൊടിക്കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ ശരിയാണ്. അവരെ പീഡിപ്പിച്ച് അവർക്കൊന്നും അറിയില്ല എന്താണെന്ന്. നിങ്ങളതാണോ? നിങ്ങൾക്ക് വിദ്യാഭ്യാസമില്ലേ? പ്രായമില്ലേ? പക്വതയില്ലേ? എന്താണ് ദിവസം ഇങ്ങനെ നമ്മുടെ ഇങ്ങനെയുള്ള ഈ പക്വമതികളായ വിദ്യാഭ്യാസമുള്ള പ്രായമുള്ള സ്ത്രീകൾ ഇങ്ങനെ പീഡന പരാതികളായിട്ടുമൊക്കെ നടക്കുക? നമ്മുടെ നാണമില്ലേ? നമ്മുടെ സമൂഹത്തിൽ ഇതിങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഇവർക്കറിയത്തില്ല എന്താണ് പീഡനം, എന്താണ് ബലാത്സംഗം. ഇതൊക്കെ തിരിച്ചറിയാനുള്ള കഴിവ് നിങ്ങൾക്കില്ലേ സഹോദരിമാരെ? നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങളുടെ സമ്മതപ്രകാരം നടന്ന കാര്യങ്ങളൊക്കെയാണ് ഇത് ഓരോന്നും. ആണുങ്ങൾക്ക് ഓരോ സ്ത്രീകളോട് അടുക്കുമ്പോൾ അറിയാം തങ്ങളുടെ ഇവരുടെ അടുത്ത് തങ്ങളുടെ വേലയും മർമ്മമൊക്കെ നടക്കത്തില്ലയോ നടക്കുമോ എന്നുള്ളത് ഇവർക്ക് ഓരോ സ്ത്രീകളുമായിട്ട് അടുക്കുമ്പോൾ തന്നെ ഈ പുരുഷന്മാർക്ക് മനസ്സിലാവും. നടക്കത്തില്ല എന്ന് കണ്ടാൽ അവർ അന്നേരം പിന്നെ അങ്ങോട്ട് ചെല്ലത്തില്ല. നടക്കുമെന്ന് കണ്ടാൽ തീർച്ചയായിട്ടും അവരത് നടത്തിയിട്ടേ അവിടുന്ന് അടങ്ങും. മനസ്സിലായില്ലേ? അപ്പോൾ അത് ആരുടെ കുഴപ്പമാണ്? സ്ത്രീകളുടെ കുഴപ്പം തന്നെയല്ലേ? എന്നിട്ട് എന്തിനാണ് ഈ സ്ത്രീകൾ ഇങ്ങനെ പീഡിപ്പിച്ചേ പറഞ്ഞ് നടക്കാൻ നാണമില്ലേ നിങ്ങൾക്കൊക്കെ? എൻ്റെ പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊരു സമൂഹമാണിത്, എന്തൊരാൾക്കാരാണിത്? പീഡിപ്പിച്ചേന്ന് പറഞ്ഞ് നടക്കാൻ നാണമില്ലേ? ആണുങ്ങൾ ചിലപ്പോൾ തരം കിട്ടിയാൽ അവരങ്ങനെ അവരത് തക്കം കിട്ടിയാൽ അവരത് ഉപയോഗിച്ച് അവരത് മുതലാക്കിയിട്ടേ പോകത്തുള്ളൂ. അത് ആണുങ്ങളുടെ മിക്ക ആണുങ്ങളുടെയും രീതികൾ അങ്ങനെ. അപ്പോൾ അയാളങ്ങ് നല്ലതെന്നല്ല പറയുന്നത്. അയാൾക്ക് നമ്മൾ കൊണ്ട് വല വെച്ച് കൊടുത്തിട്ടല്ലേ ഇത് സംഭവിച്ചത്. നമ്മളങ്ങോട്ട് ചെന്ന് വീണ് കൊടുത്തിട്ടല്ലേ നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. അതല്ല നമ്മൾ ഓർക്കേണ്ടത്. നമ്മുടേതായ രീതിയിൽ പോയി ഒന്നും വരത്തില്ല. ഒരുപാട് നമ്മെ പീഡിപ്പിക്കത്തില്ല. ആരും അവരവരുടെ വഴിക്ക് പോകും. നിങ്ങൾ പഠിക്കാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ പഠിത്തം കഴിഞ്ഞിട്ട് ഹോസ്റ്റലിലാണെങ്കിൽ ഹോസ്റ്റലിലേക്ക് പോവുക, വീട്ടിലാണെങ്കിൽ വീട്ടിലേക്ക് പോവുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നവരാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കാര്യങ്ങൾ നോക്കുക. അല്ലാതെ ഇങ്ങനെ കുറേ സുഹൃത്തുക്കളുമായിട്ട് പരിചയപ്പെടുകയും അത് പിന്നെ അരുതാത്ത ബന്ധത്തിലേക്ക് പോവുകയും പിന്നെ അവരുമായിട്ട് കറങ്ങി അഴിഞ്ഞാട് നടന്നിട്ട് എന്താ ഈ പറയുന്നത് എല്ലാം കൊണ്ട് കളഞ്ഞിട്ട് ലാസ്റ്റ് ഇടുന്ന അയ്യോ പീഡിപ്പിച്ചേ അത് വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും. പിടിപ്പിച്ചെന്ന് പറഞ്ഞ് കയ്യും കാട്ടടിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്ത്രീകളായിട്ട് നിന്നാൽ ആരും നമ്മളെ പീഡിപ്പിക്കത്തില്ല. മനസ്സിലായില്ലേ? ആരും ഒരു ദേവേന്ദ്രനും നമ്മളെ പീഡിപ്പിക്കാൻ പറ്റത്തില്ല. ഈ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം നിങ്ങളുടെ കുഴപ്പമാണ്. അതുകൊണ്ട് ഈ ദയവ് ചെയ്ത് ഈ എന്താ പറഞ്ഞ് പരാതി കൊടുക്കുന്ന സഹോദരിമാരൊന്നും ഓർക്കുക. നിങ്ങൾ ഇങ്ങനെ നടന്ന് നാണം കെടുത്തരുത്. അന്തസ്സോട് ജീവിക്കുന്ന കുറേ സ്ത്രീകളൊക്കെ ഈ സമൂഹത്തിലുണ്ട് എന്നുകൂടി നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് കേട്ടോ.